Welcome students, welcome to my video. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോസസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ we have studied about Gauss's theorem and its proof. Today we will discuss the applications of Gauss's law or Gauss's theorem. ഇതിൽ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ ലൈൻ ചാർജ്. What is a line charge? If the charges are distributed in the form of a line, this is called a line charge. See, this is a line charge. ഓക്കെ, സോ ഈ രൂപത്തിൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇതൊരു ഇൻഫിനിറ്റലി ലോങ് ആയിട്ടുള്ള ഒരു വയറാണ്. ഇറ്റ്സ് ലെങ്ത് ഈസ് അസ്യൂംഡ് ടു ബി വെരി ലാർജ് ആൻഡ് ദിസ് ഈസ് ആൻ ഇൻഫിനിറ്റലി ലോങ് charged wire which is charged positively. See, the wire is charged positively by any method. Conduction, induction നമുക്കറിയാം. So this wire is charged positively. Okay. അപ്പോൾ ഈ വയർ മൂലമുണ്ടാകുന്ന ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കാണുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഗോസസ് തിയറം അപ്ലൈ ചെയ്യും ഇവിടെ. ഓക്കെ, അപ്പോൾ ആദ്യം ഈ വയറിൽ ചാർജ് കൊടുത്തിരിക്കുന്ന ആ ഒരു രീതി, അതിനൊരു സ്റ്റാൻഡേർഡ് ആദ്യം നമ്മൾ എടുക്കണം. എത്ര ചാർജാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതിന് ഒരു സ്റ്റാൻഡേർഡ് ആദ്യം അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് കാൾഡ് ചാർജ് ഡെൻസിറ്റി. See, the charge density is same everywhere. Here it is called linear charge density. Okay, so linear charge density means charge per meter, charge per unit length. എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ നീളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ചാർജിൻ്റെ എമൗണ്ട് സെയിം ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് ആദ്യം നമ്മൾ ഒന്ന് എഴുതണം. ലെറ്റ് linear charge density അതിനെ ഞാൻ ഒരു ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു, വിച്ച് ഇസ് കോൾഡ് ലാംഡ. സി ലാംഡ ഈസ് ഈക്വൽ ടു ചാർജ് ഡെൻസിറ്റി മീൻസ് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് എന്നാണ്. ചാർജ് per length, which means that lambda is equal to, if q amount of charge is given to this, then q by L, it is the charge density, linear charge density. Charge per meter, it is constant. ഇത് നമ്മൾ ആദ്യമേ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്കിപ്പോൾ 5 മീറ്റർ നീളത്തിലുള്ള ടോട്ടൽ ചാർജ് എത്ര, 10 മീറ്റർ നീളത്തിലുള്ള അല്ലെങ്കിൽ 100 മീറ്റർ നീളത്തിലുള്ള ടോട്ടൽ ചാർജ് എത്ര, ഇതെല്ലാം അറിയണമെങ്കിൽ ഈ ഒരു സ്റ്റാൻഡേർഡ് ആദ്യം ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ ആദ്യം ഡിഫൈൻ ചെയ്യുന്നത് ഏതാണ്? ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ഈസ് ഈക്വൽ ടു ചാർജ് പെർ ലെങ്ത്ത്, പെർ യൂണിറ്റ് ലെങ്ത്ത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് we have to calculate the electric intensity at any point due to this line charge distribution, linear charge distribution. അപ്പോൾ അതിൽ see, I am going to calculate the electric intensity. See, at this point, ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയാണ് കാണേണ്ടത്. See this point. അപ്പോൾ ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കാണണമെങ്കിൽ നമുക്കറിയാം, നമ്മളൊരു പോയിൻ്റ് ചാർജ് ആയിരുന്നെങ്കിൽ 1/4πε0 × Q/r² കൊടുത്താൽ ഒരു ചാർജ് മൂലം ഉണ്ടാകുന്ന കിട്ടും.
പക്ഷേ ഈ ഡിസ്റ്റൻസ് ഒന്ന് ആലോചിക്കുക, ഈ ചാർജിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഇതാണ് അല്ലേ. ബട്ട് ഇതാണെങ്കിലോ ഇങ്ങനെ നിൽക്കും, ഇതാണെങ്കിൽ ഇങ്ങനെ നിൽക്കും, ഇവിടെ നിന്നാണെങ്കിലോ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഓരോ സ്ഥലത്തു നിന്നുള്ള ഡിസ്റ്റൻസ് ഡിഫറൻ്റാണ്. കണ്ടോ, ഡിസ്റ്റൻസ് ഡിഫറൻ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പോയിൻ്റ് ചാർജിൻ്റെ ഇക്വേഷൻ ഇവിടെ ഒരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല. ദെൻ വി വിൽ ഗോ ഫോർ എനി അതർ മെത്തേഡ് ആൻഡ് വി അപ്ലൈ ഗോസസ് തിയറം. ഓക്കെ, അതിന് നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം, ഇപ്പോൾ ഇതെല്ലാം പോയിൻ്റ് ചാർജ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ ഞാൻ ഈ ഡിസ്റ്റൻസ് ആർ എന്ന് കൊടുക്കുന്നു. സേ ദിസ് ഡിസ്റ്റൻസ് ഈസ് ടേക്കൺ എസ് ആർ. ഈ ഒരു ഡിസ്റ്റൻസ് എടുക്കുന്നു ആർ. ഓക്കെ, ഈ ഒരു ലൈൻ ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് ഈ ഒരു ഡിസ്റ്റൻസ് ആർ. അപ്പോൾ ആറ് ഡിസ്റ്റൻസ് അപ്പുറത്ത് എത്രയാണെന്ന് അറിയുന്നു. ഓക്കെ, അപ്പോൾ ആ ഡിസ്റ്റൻസ് എല്ലാം ഇവിടെ നിന്ന് ഇങ്ങനെയാണെങ്കിൽ അവിടെ ഓക്കെ, ആറ് ഡിസ്റ്റൻസാണ്. ഇവിടെ നിന്ന് ഇതുവരെ ആറ് ഡിസ്റ്റൻസ്, അവിടെ എല്ലാം സെയിം ഇൻറ്റൻസിറ്റി ആയിരിക്കും ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ. അല്ലാതെ ഇപ്പോൾ നമുക്ക് ഈ ഒരു ചാർജിൽ നിന്ന് ഇവിടെ ഉള്ള പോയിൻ്റ് കണക്കാക്കാൻ പറ്റില്ല. അത് പോയിൻ്റ് ചാർജിൻ്റെത് കൊടുക്കാനേ പറ്റും. മനസ്സിലായില്ലേ? അത് കണക്ക് ഈ ഒരു ചാർജിൽ നിന്ന് ഇവിടെയുള്ള ഇൻറ്റൻസിറ്റി അതും പോയിൻ്റ് ചാർജിൻ്റെതേ കൊടുക്കാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഇതൊരു സിമ്മട്രി ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിനൊരു സിമ്മട്രിക്കൽ ഷേപ്പിലേക്ക് കൊണ്ടുവരിക. ഇവിടെ കിട്ടുന്നുണ്ടോ? സിമ്മട്രിക്കൽ ഷേപ്പിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പോയിൻറ്റുകൾ ഈ ചാർജിൽ നിന്ന് ഇവിടെ, ഈ ചാർജിൽ നിന്ന് ഇവിടെ, ഈ ചാർജിൽ നിന്ന് ഇവിടെ, ഇങ്ങനെയുള്ള സിമ്മട്രിക്കൽ പോയിൻറ്റുകൾ നമ്മൾ എടുക്കണം. ഈ ഇങ്ങനെയുള്ള പോയിൻറ്റുകൾ. ഓക്കെ, അത് കണക്ക് ഇപ്പുറത്ത് നമുക്ക് എടുക്കാം. അങ്ങനെയുള്ള സിമ്മട്രിക്കൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഈക്വലായിട്ടുള്ള ഡിസ്റ്റൻസ്, അതാണ് ഉദ്ദേശിക്കുന്നത് സിമ്മട്രിക്കൽ. ഈ പോയിൻറ്റുകളിലെല്ലാം ഇൻറ്റൻസിറ്റി സെയിം ആയിരിക്കും. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യുന്നു. സിമ്മട്രിക്കലായിട്ടുള്ള ഒരു ഷേപ്പ് ഇതിന് ചുറ്റും കൺസിഡർ ചെയ്യുന്നു. സിമ്മട്രിക്കലായിട്ടുള്ള ഷേപ്പ് എന്ന് പറയുന്നത് അത് എപ്പോഴും ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പായിരിക്കും. സിലിണ്ട്രിക്കൽ ഷേപ്പ് അല്ലെങ്കിൽ ഒരു ഡ്രമ്മിൻ്റെ ഷേപ്പ്. ഡ്രം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? ഒരു ഡ്രമ്മിൻ്റെ ഷേപ്പാണ്. നോക്കൂ, ഇതൊരു സിലിണ്ട്രിക്കൽ ഷേപ്പ് ഇതിന് ചുറ്റും അസ്യൂം ചെയ്യുകയാണ്. സോ ഇതിനെ ഒരു ഗോസിയൻ സർഫസ് എന്നാണ് പറയുന്നത്. ഗോസിയൻ സർഫസ്. അപ്പോൾ ഇതൊരു സിമ്മട്രിയാണ്. ഇതിന് ചുറ്റും ഒരു സിമ്മട്രിക്കൽ ഷേപ്പാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഗോസിയൻ സർഫസ്. ഇത് നമ്മൾ വിളിക്കുന്നത് ഗോസിയൻ സർഫസ്. GAUSSIN, ഗോസിയൻ സർഫസ്. ഓക്കെ, സോ ഇങ്ങനെ ഒരു ഗോസിയൻ സർഫസ് അസ്യൂം ചെയ്തു. ഈ ഗോസിയൻ സർഫസ് എന്തിനാണ് അസ്യൂം ചെയ്യുന്നത്? എങ്കിൽ മാത്രമേ നമുക്ക് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഗോസസ് തിയറം ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റത്തുള്ളൂ. ഗോസസ് തിയറം പറയുന്നത് തന്നെ ചാർജുകൾ എൻക്ലോസ് ചെയ്തിരിക്കണം. ഏതൊരു ക്ലോസ്ഡ് സർഫസിൻ്റെ ഉള്ളിലും ചാർജ് എൻക്ലോസ്ഡ് ആണെങ്കിലാണ് ഗോസസ് തിയറം അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഇവിടെ ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് ഏതാണ് എൻക്ലോസ്ഡ് ചാർജ് ഹിയർ? എൻക്ലോസ്ഡ് ചാർജ് എന്ന് പറഞ്ഞാൽ ഈ സിലിണ്ടറിനകത്തുള്ളത് മാത്രം എടുത്താൽ മതി. ഇത് ലെങ്ത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ബട്ട് വി ടേക്ക് ഒൺലി ദി ചാർജസ് ഇൻസൈഡ് ദി സിലിണ്ടർ. ഈ സിലിണ്ടറിന് ഉള്ളിലുള്ളത്. ഓക്കെ, ഉള്ളിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജുകൾ മാത്രം എടുത്താൽ മതി. ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജുകൾ മാത്രം എടുത്ത് അതുമൂലമുണ്ടാകുന്ന ഇൻറ്റൻസിറ്റിയാണ് ഈ പോയിന്റിൽ കണ്ടുപിടിക്കാനുള്ളത്. ഈ പോയിന്റിൽ അല്ലെങ്കിൽ ഈ പോയിന്റുകളിലെല്ലാം ഇൻറ്റൻസിറ്റി അത് തന്നെ ആയിരിക്കും. ഓക്കെ, ഡ്യൂ ടു ഇറ്റ്സ് സിമ്മട്രി. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ഒരു സിമ്മട്രി എടുത്താൽ മാത്രം ഏറ്റവും ലളിതമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള സിമ്മട്രിയാണ് ഗോസസ് തിയറം അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊരു ക്ലോസ്ഡ് സർഫസാണ്. ഇനി ഈ സിമ്മട്രിക്കലായിട്ടുള്ള ഈ ഷേപ്പ്, ഈ ഗോഷ്യൻ സർഫസ് സിലിണ്ടറിക്കൽ ഷേപ്പ്, അതിനെ നമ്മളൊരു ക്ലോസ്ഡ് സർഫസായിട്ട് അസ്യൂം ചെയ്യും. ഈ ക്ലോസ്ഡ് സർഫസിന് എത്ര ഫേസസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്ര ഫേസ് ഉണ്ട്? ഒരു കർവ്ഡ് സർഫസ് ഉണ്ട്, 2 ഫ്ലാറ്റ് ഫേസും ഉണ്ട്. അപ്പോൾ ഗോസസ് തിയറം പറയുന്നതിനെ നമുക്കറിയാം, ഒരു ക്ലോസ്ഡ് സർഫസ് വഴി കടന്നു പോകുന്ന ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 1/ε0 ടോട്ടൽ ചാർജാണ്. സോ ഇതൊരു ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ ഇതൊരു സിലിണ്ടറിക്കൽ സർഫസാണ്.
ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ ഞാൻ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദി ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ഹിയർ ഇൻസൈഡ് ദിസ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദി ടോട്ടൽ ചാർജ്? ആദ്യം ഞാൻ അത് കാണുന്നു. വാട്ട് ഈസ് ദി ടോട്ടൽ ചാർജ്? ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് എന്താ പറയുക ഇവിടെ നിന്ന് ടോട്ടൽ ചാർജ് ക്യൂ ലാംഡ ഈസിക്കൽ ടു ക്യൂ ബൈ എൽ. ദെൻ വാട്ട് ഈസ് ക്യൂ? ക്യൂ ഈസിക്കൽ ടു ലാംഡ ഇൻറ്റു എൽ. ദിസ് ഈസ് എ ടോട്ടൽ ചാർജ് ബിക്കോസ് വാട്ട് ഈസ് ലെങ്ത് എൽ? ദിസ് ഈസ് ലെങ്ത് എൽ. ദിസ് ഈസ് ദി ലെങ്ത് എൽ. ഇത്രയും ലെങ്തിലുള്ള ചാർജുകളാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ദി ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ഹിയർ? Q is equal to lambda into L. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ക്ലോസ്ഡ് സർഫസ് വഴി കടന്നു പോകുന്ന ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കും അല്ലേ? എന്നിട്ട് ഗോസസ് തിയറത്തിൽ കൊടുക്കും. നമുക്കറിയാം ഫ്ലക്സ് ഫൈ ഈസിക്കൽ ടു 1/ε0 ഇൻറ്റു ക്യൂ എന്നാണ് ഗോസസ് തിയറം പറയുന്നത്. അപ്പോൾ നമ്മൾ ക്യൂ കണ്ടെത്തി. ഇനി നമ്മൾ ഫ്ലെക്സ് കാണാൻ പോവുകയാണ്. ടോട്ടൽ ഫ്ലെക്സ് കാണുകയാണ്. ടോട്ടൽ ഫ്ലെക്സ് കാണാൻ പോവുകയാണ്. അതിനാദ്യം നിങ്ങൾ അറിയേണ്ടത് ഈ ക്ലോസ്ഡ് സർഫസിൻ്റെ ഏതെല്ലാം സ്ഥലങ്ങളിലൂടെ ഫ്ലെക്സ് കടന്നു പോകും. ഓക്കെ, ഇതിനെന്തെല്ലാം ഫേസുകളുണ്ട്? ഓക്കെ, ഇതിൻ്റെ ഫേസുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഇതൊരു സിലിണ്ടറാണ്. ദിസ് ഈസ് എ സിലിണ്ടർ. ഓക്കെ, ഈ സിലിണ്ടറിന് എത്ര ഫേസുകളുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതൊരു കർവ്ഡ് സർഫസ് ആണല്ലേ? ഇത് കർവ്ഡാണ്. ദിസ് ഈസ് എ കർവ്ഡ് സർഫസ്. ഇങ്ങനെ നിൽക്കും. ഇനി ഏതെല്ലാം ഫ്ലാറ്റ് ഫേസ് ഉണ്ട്? ഇവിടെ ഒരു ഫ്ലാറ്റ് ഫേസ് ആൻഡ് ദിസ് ഈസ് ആൾസോ ഫ്ലാറ്റ് ഫേസ്. അപ്പോൾ ഇതിനെ ഞാൻ നിർത്തിക്കഴിഞ്ഞാൽ ശരിക്കും ശരിക്കും ഇവിടെ ഒരു ഫ്ലാറ്റ്, ദിസ് ഈസ് കർവ്ഡ് അല്ലേ? കർവ്ഡ്. പിന്നെ താഴെ ഒരു ഫ്ലാറ്റ് ഉണ്ട് അല്ലേ? താഴെ ഒരു ഫ്ലാറ്റ് ഫേസ് ഉണ്ട്. അപ്പോൾ ഇത് ടോപ്പ് ഫ്ലാറ്റ് ഫേസ്. ദിസ് ഈസ് ടോപ്പ് ഫ്ലാറ്റ് ഫേസ്. ഇനി താഴെയുള്ളത് ബോട്ടം ഫ്ലാറ്റ് ഫേസ്. ദിസ് ഈസ് കർവ്ഡ്. ഇത് കർവ്ഡാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗോഷ്യൻ സിലിണ്ടറിക്കൽ സർഫസ്. ഇതാണ് ഗോഷ്യൻ സിലിണ്ടറിക്കൽ സർഫസ്. അകത്താണ് ചാർജുകളെ എൻക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് ചാർജിനെ എൻക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ അത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. റെഡി? അപ്പോൾ അതാണ് ഞാൻ ഇവിടെയും കാണിച്ചിരിക്കുന്നത്. നോക്കിയേ, അതായത് ബോട്ടം ഫ്ലാറ്റ്, ടോപ്പ് ഫ്ലാറ്റ്. ദിസ് ഈസ് കർവ്ഡ്. അപ്പോൾ ആദ്യം ഫ്ലെക്സ് കണക്കാക്കി നോക്കാം. So we can calculate the total flux through this closed Gaussian surface. ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. സൊല്യൂഷൻ ഫൈ ടോട്ടൽ ഫ്ലക്സ് ഈസ് ഇക്വൽ ടു ഫൈ ടോപ്പ് ഫ്ലാറ്റ് അല്ലേ? അതേപോലെ ഫൈ ബോട്ടം ഫ്ലാറ്റ് പ്ലസ് ഫൈ കർവ്ഡ്. അങ്ങനെ 3 സർഫസ് വഴി കടന്നു പോകുന്ന ഫ്ലക്സ് എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യും. ടോപ്പ് ഫ്ലാറ്റ് ഉണ്ട്, ബോട്ടം ഫ്ലാറ്റ് ഉണ്ട്, കർവ്ഡ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഫ്ലക്സിന് ഇൻ്റഗ്രൽ നമ്മൾ കഴിഞ്ഞ ദിവസം എഴുതിയ ഇക്വേഷൻ E.ds ഈക്വൽ ടു ടോപ്പ് ഫ്ലാറ്റിൻ്റെ E.ds, ബോട്ടം ഫ്ലാറ്റിന് E.ds, അതേപോലെ കർവ്ഡിന് E.ds. ഓക്കെ, ഇനി നമുക്കതൊന്ന് എഴുതി നോക്കാം, കണ്ടുപിടിച്ച് നോക്കാം. ടോപ്പ് ഫ്ലാറ്റ് വഴി കടന്നു പോകുന്ന ഫ്ലക്സ് എത്ര വരും? അപ്പോൾ നമുക്കതിൻ്റെ ആംഗിൾ ആദ്യം അറിയണം. ഇക്കും ഡി എസിനും ഇടയിലുള്ള ആംഗിൾ ആദ്യം നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ നോക്കിയേ, ടോപ്പ് ഫ്ലാറ്റ് ഞാൻ ഇതിലൊന്ന് എടുക്കുകയാണ്. സൊല്യൂഷൻ ടോപ്പ് ഫ്ലാറ്റ്. ഓക്കെ, ഇതാണ് ടോപ്പ് ഫ്ലാറ്റ്. ഇത് നമുക്കറിയാം, ഇത് പോസിറ്റീവ് ചാർജുകളായതുകൊണ്ട് ഫീൽഡ് ലൈൻസ് ആർ ഓൾവേസ് ലൈക്ക് ദിസ്. ഇങ്ങനെ പാസ് ചെയ്യും അല്ലേ? ഇങ്ങനെ പാസ് ചെയ്യും, ഇങ്ങനെ പാസ് ചെയ്യും, ഇങ്ങനെ പാസ് ചെയ്യും. ഇതാണ് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻസ്. ഇങ്ങനെ പാസ് ചെയ്യും. ഇവിടെ നിന്ന് ഈ ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ പാസ് ചെയ്യും. ഈ ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പാസ് ചെയ്യും. ഇതാണ് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻസ്.
അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഈ ടോപ്പ് ഫ്ലാറ്റിൽ ഇതൊരു സർഫസായിട്ട് അസ്യൂം ചെയ്യുക. ഇതൊരു സർഫസായിട്ട് അസ്യൂം ചെയ്താൽ അവിടെ ഞാനൊരു സ്മോൾ ഏരിയ എടുക്കും. ഇവിടെ ഒരു സ്മോൾ ഏരിയ എടുത്തു, ഡി എസ് എന്ന് പറഞ്ഞ സ്മോൾ ഏരിയൻ്റെ ടോപ്പ് സർഫസിലെടുത്തു. അപ്പോൾ ഈ ഡി എസ് എന്ന് പറഞ്ഞ ഏരിയ എടുത്തു കഴിഞ്ഞാൽ ആ സർഫസ് ഏരിയ എപ്പോഴും അതിനെ സൂചിപ്പിക്കുന്ന വെക്റ്റർ, ദി വെക്റ്റർ റെപ്രസെൻറ്റിംഗ് ദാറ്റ് സർഫസ് ഏരിയ ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദാറ്റ് പ്ലെയിൻ. അതുകൊണ്ട് അതിങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്. ദിസ് ഈസ് ഡി എസ് ദെയർ. അതിങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്. ഇവിടെ ഒരു സ്മോൾ ഏരിയ അസ്യൂം ചെയ്താൽ. പക്ഷേ ഈ പോയിന്റിലുള്ള ഇൻറ്റൻസിറ്റി എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. ഇൻ ദിസ് ഡയറക്ഷൻ ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കും. Then what is the angle between these two? It is 90 degree. Similarly, what about bottom face? ബോട്ടം ഫേസിലും അത് തന്നെയാണ്. നമ്മളൊരു ചെറിയ സർഫസ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ആ സർഫസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഏരിയ വെക്റ്റർ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടുത്തെ ഇൻറ്റൻസിറ്റി എങ്ങനെ നിൽക്കും? ദിസ് വൺ. Then what is the angle between these two? This 90 degrees. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും 90 ഡിഗ്രിയാണ്. ടോപ്പ് ഫേസിലും ബോട്ടം ഫേസിലും 90 ഡിഗ്രിയാണ് ഇക്കും ഡി എസിനും ഇടയിലുള്ള ആംഗിൾ. വാട്ട് അബൌട്ട് ദി കർവ്ഡ് സർഫസ്? ഈ കർവ്ഡ് സർഫസ് നമ്മളിങ്ങനെ നോക്കും അല്ലേ. ഈ കർവ്ഡ് സർഫസിൽ ഇപ്പോൾ ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കർവ്ഡ് സർഫസിൽ ഇതേപോലെ ഞാൻ ഇവിടെ ഒരു ഏരിയ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ ഒരു ഏരിയ എടുത്തു അല്ലേ. ഇവിടെ ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ അതെപ്പോഴും നോർമലായിട്ട് ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നത് അല്ലേ. ഇങ്ങനെ ആയിരിക്കും നിൽക്കുക, നോർമലായിട്ട്, പെർപെൻഡിക്കുലറായിട്ട്. അപ്പോൾ ഇവിടെ ഞാനൊരു സ്മോൾ ഏരിയ അസ്യൂം ചെയ്തു, സ്മോൾ ഏരിയ. അപ്പോൾ ഈ സ്മോൾ ഏരിയ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയ എപ്പോഴും കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നോർമലായിട്ട് നോർമൽ മീൻസ് പെർപെൻഡിക്കുലറായിട്ട്. ദിസ് ഈസ് ഡി എസ്. ഇവിടുത്തെ ഇൻറ്റൻസിറ്റി ഡയറക്ഷൻ എങ്ങോട്ടാണ്? അതാണ് തൈ വരച്ചിരിക്കുന്നത്, ഇങ്ങോട്ടും. അപ്പോൾ ഈ പോയിന്റിലുള്ള ഇൻറ്റൻസിറ്റി ഡയറക്ഷൻ ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കും. ദിസ് ഈസ് ഇൻറ്റൻസിറ്റി ഇ. ഓക്കെ, ഇൻറ്റൻസിറ്റി. സോ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് കർവ്ഡ് സർഫസിൽ ഏതൊരു പോയിന്റ് നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാലും ഇയും ഡി എസും പാരലലാണ്. ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അല്ലേ. കർവ്ഡ് സർഫസിൽ നമ്മൾ ഈ കർവ്ഡ് സർഫസ് എടുത്തു കഴിഞ്ഞാൽ ഏതൊരു പോയിന്റിൽ അതിന് ചുറ്റും ഇയും ഡി എസും പാരലാണ്. പക്ഷേ ടോപ്പ് ഫ്ലാറ്റിലും ബോട്ടം ഫ്ലാറ്റിലും 90 ഡിഗ്രീസാണ്. ഇനി നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണേ, നോക്കാം. വാട്ട് അബൌട്ട് ടോപ്പ് ഫ്ലാറ്റ്? ഇ ഡി എസ് കോസ് 90 ഡിഗ്രി. അതേപോലെ ഇവിടെ ഇ ഡി എസ് കോസ് 90 ഡിഗ്രി. ടോപ്പ് ഫ്ലാറ്റും ബോട്ടം ഫ്ലാറ്റും. ഇവിടെയാണെങ്കിലോ ഇ ഡി എസ് കോസ് 0, കാരണം കർവ്ഡ് സർഫസിലാണ് കോസ് 0. ഈ കോസ് 90 എത്രയായി പോവും? 0. അപ്പോൾ ഈ ആദ്യത്തെ 2 ടൈം വാനിഷ് ചെയ്യും, കാണൂല. ബാക്കി ഇത് മാത്രമേ കാണൂ. ഇതിൽ കോസ് 0 1 ആണ്. ബാക്കി ഇനി പുറത്തെടുക്കാം. ഇ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസ്. കോസ് 0 ഈസ് 1. ഓക്കെ, ബാക്കി ഈ ഒരു കോൺസ്റ്റൻ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർവ്ഡ് സർഫസിൽ ഏതൊരു പോയിന്റ് ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഇ ഈസ് എ കോൺസ്റ്റൻറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ സെയിം ആണെങ്കിൽ ഇ എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. അപ്പോൾ ഇൻ്റഗ്രൽ ഡി എസ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു വാട്ട് ഈസ് ഇൻ്റഗ്രൽ ഡി എസ്? പറഞ്ഞേ, ഇൻ്റഗ്രൽ ഡി എസ് എന്ത് വരും? ചിലർക്ക് അതാണ് സംശയം എന്ന് പറയുന്നത്. അപ്പോൾ ആ സംശയം പറയാനായിട്ട് ഒരു കാര്യം ആലോചിച്ചാൽ മതി. അതായത് ഇതിപ്പോൾ ഒരു സിലിണ്ടർ ആണെങ്കിൽ ഇതിൻ്റെ ലെങ്ത് എല്ലാണെന്ന് സങ്കല്പിക്കുക. എൽ ലെങ്ത് ഉണ്ട് അല്ലേ. റേഡിയസ് 6 ആണ്. അപ്പോൾ റേഡിയസ് 6 ആണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു കർവ്ഡ് സർഫസിൻ്റെ ഏരിയ എന്ത് വരും? കർവ്ഡ് സർഫസിൻ്റെ ഏരിയ മീൻസ് അതിൻ്റെ ചുറ്റളവ്.
ഏരിയ അല്ല, എൻ്റെ ചുറ്റളവ്. ഇവിടെ എന്ത് വരും? 2πr അല്ലേ? 2πr. അപ്പോൾ ഇതെന്ന് പറയുന്നത് 2πr ആണ്. അത് ഇങ്ങനെ ഇരിക്കുമ്പോൾ 2πr ആണ്. ഇത് ഇങ്ങനെ നമുക്ക് എടുത്ത് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഈ നീളം 2πr ആണ്, ഈ ലെങ്ത്ത് L ആണ് അല്ലേ? ഇങ്ങനെ ഇരുന്നത് കൊണ്ടാണത്. ഇങ്ങനെ ഇരുന്നപ്പോൾ സിലിണ്ടറാണ്. സിലിണ്ടറിന് ഞാൻ ഒരു കത്രിക എടുത്തിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായി? ഒരു റെക്റ്റാങ്കിളായി. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ സർഫസ് ഏരിയ എന്ത് വരും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എന്ന് പറഞ്ഞാൽ L. ദിസ് ഈസ് 2πr. അപ്പോൾ 2πr ഇൻറ്റു L ആണ് സർഫസ് ഏരിയ. ഓക്കെ. സോ ഇവിടെ നമുക്ക് എഴുതാം E ഇൻറ്റു 2πrl. ദിസ് ഈസ് ദി സർഫസ് ഏരിയ. ഇൻ്റഗ്രൽ DS. ഇൻ്റഗ്രൽ DS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടി 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 എടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള എല്ലാ DSഉം ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ കർവ്ഡ് സർഫസ് ഏരിയ ആണ് കിട്ടുന്നത് അല്ലേ? ഈ ഇവിടെ DS ആണതായത്. ദിസ് ഈസ് ദി DS ഹിയർ. ഇങ്ങനെയുള്ള എല്ലാ DSഉം എടുക്കുമ്പോൾ ഇതിൻ്റെ കർവ്ഡ് സർഫസ് ആണ് കിട്ടുന്നത്. കർവ്ഡ് സർഫസ് ഏരിയ ആണ് കിട്ടുന്നത്, ടോട്ടൽ കർവ്ഡ് സർഫസ് ഏരിയ. അതുകൊണ്ടാണ് ഇൻ്റഗ്രൽ DS എന്ന് പറയുന്നത് 2πrl എടുക്കുന്നത്. എന്തെങ്കിലും സംശയമുള്ളവർ ചോദിച്ചോളണം. ഓക്കെ. അപ്പോൾ ഇതും കിട്ടിക്കഴിഞ്ഞു. ടോട്ടൽ ഫ്ലക്സ് നോക്കടേ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പായി, ടോട്ടൽ ഫ്ലക്സ് കണ്ടെത്തി. ഇനി നമ്മൾ അപ്ലൈയിങ് ഗോസസ് തിയറം. ഇതാ അതും കൂടെ ആകുമ്പോൾ കാര്യം കഴിഞ്ഞു. നോക്കടേ, അപ്ലൈയിങ് ഗോസസ് തിയറം അല്ലെങ്കിൽ ഗോസസ് ലാ എന്ന് വേണമെങ്കിലും പറയാം. ഗോസസ് ലാ പറയുന്നത് എന്താണ്? ദി ടോട്ടൽ ഫ്ലക്സ് അല്ലേ? Phi is equal to 1/epsilon 0 into total charge. Ready? Answer like a variant. What is the total flux here? See this one. E into 2πr. അല്ലേ? അതെല്ലാം നമ്മൾ കണ്ടെത്തി. ടോട്ടൽ ഫ്ലക്സ് ഇവിടെ നിന്ന് വരുന്നുണ്ട്. ടോട്ടൽ ഫ്ലക്സ് Phi ടോട്ടൽ ദിസ് വൺ. ഓക്കെ. അതായത് ഇൻ്റഗ്രൽ E ഡോട്ട് DS ഈസ് ഈക്വൽ ടു 1/epsilon 0 ഇൻറ്റു Q ആണ് അല്ലേ? Q ആണ്. ദെൻ വാട്ട് ഈസ് ഇൻ്റഗ്രൽ E ഡോട്ട് DS? നമുക്ക് എത്ര കിട്ടിയത്? നമ്മൾ സോൾവ് ചെയ്തപ്പോൾ E ഇൻറ്റു 2πrl എന്ന് കിട്ടി. സോ എഴുതുന്നു E ഇൻറ്റു 2πrl ഈസ് ഈക്വൽ ടു 1/epsilon 0 ഇൻറ്റു വാട്ട് ഈസ് ദി ടോട്ടൽ ചാർജ്? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യമേ. Q ഈസ് ഈക്വൽ ടു λL. സി എല്ലും എല്ലും ഈ രണ്ടെല്ലാം കൊത്തിക്കളഞ്ഞു അല്ലേ? ബാക്കി ഈ സമം λ/2π/ε0r. നോക്കട്ടെ, ദിസ് ഈസ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ ലൈൻ ചാർജ്. ഓർ ഇങ്ങനെ എഴുതാം, ഈ സമം 1/4π/ε0 ഇൻറ്റു 2λ/r. കാരണം മുകളിൽ താഴെ രണ്ടും കൊണ്ട് ഗുണിച്ചിടേ. അപ്പോൾ 4π/ε0 നമുക്ക് കിട്ടും. 1/4π/ε0 അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്താണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും പഠിച്ചു വയ്ക്കണം. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. മാത്രമല്ല ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാകുന്നത്, ദി ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ ലൈൻ ചാർജ് വേരീസ് ആസ് 1/r. See, this is the electric intensity due to a line charge variation. എന്ന് പറഞ്ഞാൽ if the distance r is small, intensity is greater. If r is very high, intensity is smaller. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കൂടുന്തോറും ഇൻറ്റൻസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. ഇത് അടുത്തോട്ട് പോകുന്തോറും ഇൻറ്റൻസിറ്റി കൂടി കൂടി വരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മളൊരു ഗോസസ് തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻ, ഈ ആപ്ലിക്കേഷൻ സ്ഥിരം എക്സാമിന് ചോദിക്കുന്നതാണ്. ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ ലൈൻ ചാർജ് എന്ന് ചോദിച്ചാൽ, ഓർ ലീനിയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ് എന്നൊക്കെ ചോദിക്കും. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം 3 സ്റ്റെപ്പുകൾ എഴുതണം. ചാർജ് കണ്ടെത്തണം, ടോട്ടൽ ഫ്ലെക്സ് കാണണം, ഗോസസ് തിയറം അപ്ലൈ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ കഴിയുമ്പോൾ ആ ഒരു ഡെറിവേഷൻ അവസാനിക്കും. പിന്നെ ഗോസിയൻ സർഫസ് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്, ഇതും ആലോചിക്കുക. ഓക്കെ, സോ you can take a screenshot now. So okay, bye, see you.